വീട്ടുകാരും കുടുംബക്കാരും മുഴുവൻ ഏതാനും മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന സ്വപ്നതുല്യമായ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വധുവാകേണ്ടിയിരുന്ന സിയ ഗോയലിന്റെ മനസ്സ് മുഴുവൻ ക്രൂരമായ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിലായിരുന്നു. അത് പ്രതിശ്രുതവരനായ കേതൻ അഗർവാളിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളായിരുന്നു. ജൂൺ 18-ന് മഹാരാഷ്ട്രയിലെ ലോഹഗാഡ് കോട്ടയിൽ നിന്ന് താഴേക്ക് വീണ് കേതൻ അഗർവാൾ എന്ന യുവ വ്യവസായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിശ്രുത വധുവായ സിയ ഗോയൽ അറസ്റ്റിലായത് രണ്ട് കുടുംബങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിവാഹത്തിന് ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിക്കാതിരുന്ന, എപ്പോഴും സന്തോഷത്തോടെ മാത്രം കേതനുമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തിരുന്ന സിയ ആ സമയങ്ങളിലെല്ലാം ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്ന കണ്ടെത്തൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലും വലിയ ഞെട്ടൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾക്കിടെ പലതവണ കേതനെ ഇല്ലാതാക്കാൻ സിയ ശ്രമിച്ചിരുന്നുവെന്ന കുറ്റസമ്മതം കൂടിയാണ്. അപ്പോഴെല്ലാം പലതരത്തിൽ കേതനെ ഭാഗ്യം തുണച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഒടുവിലാണ് സിയയും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് ജൂൺ 18-ന് കൃത്യം നടപ്പിലാക്കുന്നത്. ഒരു തെളിവുമില്ല എന്ന് വിശ്വസിച്ച് നടപ്പാക്കിയ ക്രൂരകൃത്യത്തിൽ പക്ഷേ പ്രതികൾ സ്വയം പോലീസിന് തങ്ങളെ കാണിച്ചു കൊടുത്തതാണ് എന്ന് പറയാം. ജൂൺ 18-നാണ് യുവ വ്യവസായിയായ കേതൻ അഗർവാൾ ലോഹഗാഡ് കോട്ടയിൽ 400 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ചത്. അപകടമരണം എന്ന തരത്തിൽ കേസ് അവസാനിക്കും എന്നാണ് സിയയും കാമുകൻ ചേതൻ ബാബുലാൽ ചൗധരിയും കരുതിയത്. പോലീസിന്റെ വിലയിരുത്തലും അപകടമരണം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ചില സാഹചര്യ തെളിവുകൾ പരിശോധിച്ച പോലീസിന് ചില അസാധാരണത്വങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. 33 ഡിഗ്രി സെൽഷ്യസിൽ കൊടും ചൂടുള്ള ദിവസമായിരുന്നു കേതൻ കൊല്ലപ്പെട്ട ജൂൺ 18. പക്ഷേ ആ കൊടും ചൂടിലും കേതനും സിയയ്ക്കും പിന്നാലെ ഹൂഡി ധരിച്ച് മുഖവും തലയും അടക്കം മറച്ചു നടക്കുന്ന ഒരാളുടെ CCTV ദൃശ്യത്തിൽ പോലീസിന്റെ കണ്ണുടക്കി. സിയ ഇടയ്ക്കിടയ്ക്ക് ഹൂഡി ധരിച്ചയാളെ തിരിഞ്ഞു നോക്കുന്നതുകൂടി വീഡിയോയിൽ കണ്ടതോടെ സിയ ഗോയലിനെ ഗൗരവമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ സിയ കുറ്റസമ്മതം നടത്തി. കേതനെ ഒഴിവാക്കി ചേതനൊപ്പം ജീവിക്കാൻ ഇരുവരും ചേർന്ന് പദ്ധതി തയ്യാറാക്കി കൊല നടത്തുകയായിരുന്നു. 6 മാസത്തോളം നീണ്ട ആസൂത്രണമാണ് ജൂൺ 18-ലെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നുകൂടി പോലീസ് കണ്ടെത്തി. അതിലേറെ അത്ഭുതം, ഈ സമയങ്ങളിലെല്ലാം കേതനൊപ്പം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു സിയ ഗോയൽ എന്നതാണ്. ഫോട്ടോ എടുക്കുന്നതിനിടെ കാല് തെന്നി കേതൻ താഴ്ചയിലേക്ക് വീണു എന്നായിരുന്നു മരണത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിഗമനം. എന്നാൽ തികഞ്ഞ പരിശീലനം സിദ്ധിച്ച ട്രക്കറായ കേതൻ അങ്ങനെ കാൽ തന്നെ വീഴില്ല എന്ന് കുടുംബം തറപ്പിച്ചു പറഞ്ഞതോടെ പോലീസിനും മരണത്തിൽ ചില സംശയങ്ങൾ ഉയർന്നു. അപ്പോഴും അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാൻ സിയ ഗോയൽ കേതന്റെ മരണത്തിൽ തന്റെ ദുഃഖം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. നീ എന്തിന് എന്നെ വിട്ടുപോയി, മടങ്ങി വരൂ എന്നെല്ലാമുള്ള തരത്തിലായിരുന്നു സിയയുടെ പോസ്റ്റുകൾ. പക്ഷേ സിയയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച പോലീസ് ഒരു കാര്യം കണ്ടെത്തി. ഇക്കഴിഞ്ഞ 6 മാസത്തിനിടെ സിയയും കാമുകൻ ചേതനുമായി 2004 തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ സംസാരം മണിക്കൂറുകൾ നീണ്ടതായും കണ്ടെത്തി. അതോടെ സിയയെ ചുറ്റിപ്പറ്റിയായി അന്വേഷണം. സിയയുടെ നീക്കങ്ങൾ പരിശോധിച്ച പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. കേതൻ മരിച്ച ജൂൺ 18-ന് രാവിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് സിയയും ചേതനും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോഹഗാഡ് കോട്ടയിലെ CCTV ദൃശ്യത്തിൽ ഹൂഡി ധരിച്ച് കണ്ടെത്തിയ യുവാവും ചേതനായിരുന്നു. പിന്നാലെ സിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ താനും ചേതനും ചേർന്ന് കേതനെ താഴേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് സിയ കുറ്റസമ്മതം നടത്തി. 6 മാസം നീണ്ട ഗൂഢാലോചനയാണ് ഈ ആസൂത്രിത കൊലയ്ക്ക് പിന്നിൽ നടന്നത് എന്നാണ് പ്രതികൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. ഫെബ്രുവരിയിലാണ് സിയും കേതൻ അഗർവാളുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. നവംബറിൽ വിവാഹം നടത്താനും നിശ്ചയിച്ചു. ഇതിനായി 17 കോടി രൂപയ്ക്ക് ഉദയ്പൂരിലെ ഒരു കൊട്ടാരവും അതിഥികളെ എത്തിക്കാൻ 2 വിമാനങ്ങളും ബുക്ക് ചെയ്തു. പക്ഷേ ഇതിനു മുൻപ് തന്നെ തനിക്കൊപ്പം ജോലി ചെയ്യുന്ന ചേതൻ ചൗധരിയുമായി സിയ പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം ദീപാവലി ആഘോഷത്തിനിടെ കണ്ടുമുട്ടിയ സിയയും ചേതനും പ്രണയത്തിലാവുകയായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലാണ് സിയയും കേതൻ അഗർവാളുമായുള്ള വിവാഹം ഉറപ്പിച്ചത്. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലാതിരുന്നുവെങ്കിലും ആ ഇഷ്ടക്കേട് മറച്ചുവെച്ച് സിയ കേതനൊപ്പം നിമിഷങ്ങൾ ചെലവഴിച്ചു. വിവാഹ നിശ്ചയം, സിയയുടെ പിറന്നാൾ പാർട്ടി, ഇവയിലെല്ലാം സന്തോഷത്തോടുകൂടിയാണ് സിയ കേതനോട് ഇടപെട്ടത്. പക്ഷേ കേതനൊപ്പം ജീവിക്കാതെ ചേതനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച സിയയ്ക്ക് ഒളിച്ചോടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹ പന്തലിൽ നിന്ന് വധു ഇറങ്ങിപ്പോകുന്നത് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുമെന്ന് ചിന്തിച്ച സിയ
പിന്നീട് കണ്ടെത്തിയ മാർഗമായിരുന്നു കേതനെ ഇല്ലാതാക്കൽ. അതിനായി തഞ്ചത്തിൽ കേതനെ ലോഹാഗാഡ് കോട്ടയിലെത്തിച്ചു. അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷം അതൊരു അപകട മരണമോ ആത്മഹത്യയോ ആയി വരുത്തി തീർക്കാനായിരുന്നു ആസൂത്രണം. ഇക്കഴിഞ്ഞ 6 മാസവും അതിനുള്ള പദ്ധതികളാണ് സിയും ചേതനും ചേർന്ന് ആലോചിച്ചത്. ഇന്റർനെറ്റിലടക്കം പിടിക്കപ്പെടാതെ എങ്ങനെ ഇത് നടപ്പാക്കാമെന്നാണ് സിയ തിരഞ്ഞത് എന്നാണ് കണ്ടെത്തൽ. ഒടുവിൽ ജൂൺ 18-ന് കൃത്യം നടപ്പിലാക്കി. പക്ഷേ ജൂൺ 18-ന് മാത്രമല്ല, ഇതിനു മുൻപും 3-4 തവണ കേതനെ വകവരുത്താൻ സിയ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഓരോ തവണയും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ മാത്രം ശ്രമങ്ങൾ ഓരോന്നും പരാജയപ്പെട്ടു. ആദ്യ ശ്രമം നടന്നത് മെയ് 31-നായിരുന്നു. അന്നും വേദി ലോഹാഗഡ് കോട്ട തന്നെ. ട്രക്കിങ്ങിനായി ലോഹാഗഡ് കോട്ടയിലേക്ക് കേതനുമായി എത്തിയ സിയ കോട്ടയുടെ അരികിലേക്ക് കേതനെ തള്ളിയിടാൻ ശ്രമിച്ചുവെങ്കിലും സമീപത്തെ ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ച് തൂങ്ങിയതിനാൽ കേതൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവിടെ താൻ ഒരു പാമ്പിനെ കണ്ടെന്നും അത് കേതനെ കടിക്കാതിരിക്കാനാണ് തള്ളി മാറ്റിയത് എന്നും സിയ പറഞ്ഞത് കേതൻ വിശ്വസിച്ചു. അതിനാൽ ഈ സംഭവം പുറത്താരും അറിഞ്ഞില്ല. ജൂൺ 4-ന് ഒരിക്കൽ കൂടി ഈ കോട്ടയിലേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും കേതന്റെ അമ്മ അതിശക്തമായ എതിർപ്പുയർത്തി. അതിനാൽ അന്നേ ദിവസത്തെ യാത്ര ഉപേക്ഷിച്ചു. ജൂൺ 14-ന് പിന്നെയും കോട്ടയിലെത്തി. അന്ന് ഞായറാഴ്ചയും അവധി ദിവസവുമായതിനാൽ കോട്ടയിൽ വലിയ തിരക്കുണ്ടായിരുന്നു. അതിനാൽ അന്നും പദ്ധതി ഉപേക്ഷിച്ചു. ഇതിനിടയിൽ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനായി ഇരുവരും ബാലിയിലേക്ക് പോകാനിരുന്നതാണ്. പക്ഷേ ആ യാത്ര മുടക്കിയതും സിയ തന്നെയായിരുന്നു. കേതന്റെ പാസ്പോർട്ട് മാത്രം ബാഗിൽ നിന്ന് എടുത്തുമാറ്റി യാത്ര മുടക്കി. എന്നിട്ട് യാത്ര മുടങ്ങിയതിന്റെ പേരിൽ വഴക്കിട്ടാണ് ജൂൺ 14-നും 18-നും ട്രക്കിങ്ങിനായി ലോഹാഗഡ് കോട്ടയിലെത്തിയത്. ജൂൺ 18-ന് തന്റെ ജന്മദിനാഘോഷം എന്ന വ്യാജേന സിയ കേതനെ കോട്ടയിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തി. അന്നേ ദിവസം രാവിലെ ചേതനും സിയും കൂടിക്കാഴ്ച നടത്തി പദ്ധതി ആസൂത്രണം ചെയ്തു. കേതനും സിയയ്ക്കും പിന്നാലെ ആരും സംശയിക്കാത്ത തരത്തിൽ ചേതനും ഉണ്ടായിരുന്നു. കടുത്ത ചൂടുള്ള ദിവസമായിട്ടും മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ ഹൂഡിയും ഹെഡ്സെറ്റും ധരിച്ച ഒരാൾ ഇവരെ തുടക്കം മുതൽ പിന്തുടരുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സിയ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹൂഡിധാരി ഒളിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കണ്ടു. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സിയയുടെ കാമുകനായ ചേതൻ ചൗധരിയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ആരുമില്ലാത്ത ഒഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഇരുവരും ചേർന്ന് കേതനെ ആക്രമിച്ച് കൊക്കയിലേക്ക് തള്ളുകയായിരുന്നു. കേതനുമായുള്ള വിവാഹത്തിന് സിയ മാനസികമായി തയ്യാറായിരുന്നില്ല എന്നും വീട്ടുകാരുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്നുമാണ് പോലീസ് പറയുന്നത്. കാമുകനായ ചേതനൊപ്പം ജീവിക്കാൻ കേതൻ തടസ്സമാകുമെന്ന് കരുതിയാണ് ഇല്ലാതാക്കാൻ ഇരുവരും ആസൂത്രണം ചെയ്തത്. കാല് തന്നെ വീണുവെന്ന് സിയ പോലീസിനോട് പറഞ്ഞുവെങ്കിലും സിയയുടെ മൊഴികളിലെ വൈരുദ്ധ്യവും ഡിജിറ്റൽ തെളിവുകളും സിയയാണ് കൊലപാതകം നടത്തിയത് എന്നതിലേക്ക് വിരൽ ചൂണ്ടി. ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സിയ ഗോയലും കാമുകൻ ചേതൻ ബാബുലാൽ ചൗധരിയും. ഒളിച്ചോടാനാണ് താൻ ലക്ഷ്യമിട്ടത് എന്നും കൊലപാതകത്തിന് നിർബന്ധിച്ചത് സിയാണ് എന്നും ചേതൻ പറയുന്നു. അതേസമയം കൊലപാതകം ചേതന്റെ ആശയമായിരുന്നുവെന്നും ജൂൺ 14-ന് കേതനെ വധിക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ചേതൻ തന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുവെന്നുമാണ് സിയുടെ വാദം. അതേസമയം കുറ്റക്കാരിയാണ് എന്ന് തെളിഞ്ഞാൽ തന്റെ മകളെ തൂക്കിക്കൊല്ലൂവെന്നാണ് സിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തെറ്റു ചെയ്തത് ആരായാലും അവരെ തൂക്കിക്കൊല്ലണമെന്നാണ് സിയുടെ പിതാവ് പ്രവീൺ ഗോയലും പ്രതികരിച്ചിരിക്കുന്നത്. മകൾ കൊലപാതക കേസിൽ അറസ്റ്റിലായതോടെ ഹൃദയാഘാതമുണ്ടായ പ്രവീൺ ഗോയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിവാഹത്തിന് സിയ ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും എപ്പോഴും കേതനോട് സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്.